അസ്സലാമുഅലൈക്കും നമസ്കാരം എല്ലാവർക്കും സൈദു കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ സ്പ്രിംഗ് റോളിനും സമോസയ്ക്കും വേണ്ടിയുള്ള ഷീറ്റ് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുമുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് മൈദാമാവ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു 2 കപ്പ് മൈദാമാവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് 250 ml കപ്പിൻ്റെ അളവാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ മാത്രം ഇട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക. നമ്മുടെ സൺഫ്ലവർ ഓയിലില്ലേ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ തന്നെ നമുക്കിത് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ പച്ചവെള്ളം തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് വേണം കുഴച്ചെടുക്കാൻ. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതുപോലെ തന്നെ കുഴച്ചെടുക്കുക. വെള്ളം ഒരുപാട് കൂടരുത്. വെള്ളമൊന്നും കൂടാതെ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. കാരണം കുറച്ച് കഴിയുമ്പോൾ മാവ് കുറച്ചും കൂടെ ഒന്ന് ലൂസായി വരും. അതുകൊണ്ട് വെള്ളം കൂടുകയേ ചെയ്യരുത്. മാവ് ഇതുപോലെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതാണ്ട് നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. ആദ്യമേ ഒരു ഉരുള ഒന്ന് പരത്തിയെടുക്കുക. അതും ചെറുതായിട്ട് പരത്തിയാൽ മതി. അധികം വലുതാക്കി പരത്തേണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു റൗണ്ട് ഷേപ്പിന് ഒന്ന് പരത്തിയെടുക്കുക. ഇനി പിന്നീട് വീണ്ടും ഇതുപോലെ ഒരു ഉരുള എടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ട് ഓയിൽ തേച്ച് കൊടുക്കണം. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം പരത്തി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. നമുക്ക് ഇതുപോലെ എത്ര ലെയർ വേണമെങ്കിലും വെക്കാം. പക്ഷെ വേവിക്കുമ്പം ഇടയ്ക്കുള്ള ഭാഗത്തുള്ള ഇത് വേവത്തില്ല. ഇനി നമുക്കിത് കുറച്ച് കനം കുറച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ദാണ്ടെ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിനൊന്ന് പരത്തിയെടുക്കുക. ഇനി നമുക്ക് നല്ലതുപോലെ ചൂടായി കിടക്കുന്ന പാനിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അധികം നേരമൊന്നും ഇട്ട് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. കുറച്ച് സമയം ഇട്ട് വേവിച്ചെടുത്താൽ മതി. ഏകദേശം ഒരു 30 സെക്കൻഡ് ഒരു ഭാഗം വേകുമ്പോൾ അടുത്ത ഭാഗം 30 സെക്കൻഡിലാകുമ്പോൾ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഷീറ്റൊക്കെ ഒരുമാതിരി ആയിപ്പോവും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിത് തിരിച്ചു മറിച്ച് വിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ ഒന്ന് ഇതേപോലെ ഒന്ന് കറക്കിയൊക്കെ കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് എടുത്ത് തണുക്കാൻ വെക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇത് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. സമൂസ ഷീറ്റിൻ്റെ ആവശ്യത്തിന് വേണമെങ്കിലോ സ്പ്രിംഗ് റോളിൻ്റെ ആവശ്യത്തിന് വേണമെങ്കിലോ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് സ്പ്രിംഗ് റോളിൻ്റെ രീതിക്കായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കണം. ഒരുപാട് പെട്ടെന്ന് സ്പീഡിലൊന്നും ഇളക്കാൻ നോക്കരുത്. അത് എന്താ പറയുക, ഇളകി വരത്തില്ല. ഇത് നമുക്കൊന്ന് സാവധാനത്തിൽ പിടിച്ചിട്ട് നമുക്കിതൊന്ന് ഷീറ്റ് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ.
ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഈ ഷീറ്റ് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.